ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ശിവഭഗവാൻ തരുന്ന ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ജനറൽ റീഡിങ്ങുമാണ് കേട്ടോ. King of Swords, Death, King of Pentacles, Three of Pentacles, Ace of Wands, Knight of Pentacles, Nine of Wands, Lovers. ബോട്ടം കാർഡ് പേജ് ഓഫ് പെൻഡക്കിൾസ്, എയ്റ്റ് ഓഫ് വൺസ്. ഇതാണ് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഈ എനർജി നോക്കുമ്പോൾ നിങ്ങൾ കുറേ പേര് എന്തിനോടൊക്കെയോ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരുടെ എനർജിയാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ പലരുടെയും കുടുംബത്തിലെ പാർട്ടീഷൻ, നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്തിന് വേണ്ടിയിട്ടുള്ള തർക്കത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണത്തിന് വേണ്ടിയിട്ടാവാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പോൾ അത് തൽക്കാലം ഡിലേ ആണ്. നിങ്ങളതിനുള്ള റൈറ്റ് ടൈം ഇപ്പോൾ അല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാനുള്ള റൈറ്റ് ടൈം ഇതല്ല എന്നാണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നത്. വെയിറ്റ് ഫോർ ദി റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒന്നിനും, ഒരു മത്സരത്തിനോ ഒരു ഇതിനോ ഒന്നും പോകണ്ട, എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങുക, പ്രാർത്ഥിക്കുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങളുടെ ആരോഗ്യം നോക്കുക, നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരുടെ അവരെ കെയർ ചെയ്യുക. അങ്ങനെ നിങ്ങളിലേക്ക് മറ്റു പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടി വീഴാതെ സേഫായിരിക്കാനാണ് പറയുന്നത്. ഇപ്പം വീണ്ടും വിചാരമില്ലാതെ ഒരു കാര്യത്തിലും എടുത്ത് ചാടി ഒന്നും ചെയ്യരുതെന്നാണ്. ഇപ്പോൾ റൈറ്റ് ടൈം അല്ല നിങ്ങൾക്ക്. പക്ഷേ ഇവിടെ ഓവറോൾ എനർജി ബോട്ടം കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസ്, എയ്റ്റ് ഓഫ് വാൻഡ്സ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അത് ഇപ്പോൾ അതിനുള്ള പറ്റിയ സമയമല്ലെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും എന്നാണ്. അപ്പോൾ പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി പറയുന്ന അതാണ്. നിങ്ങൾ അവിടെ നിന്ന് ഒഴിവായി പോവുക. ഒരുപാട് നിങ്ങൾ അധികമായി ചിന്തിച്ചങ്ങ് നിരാശപ്പെടുകയോ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ അവനവൻ്റെ ബോഡി ആരോഗ്യം നശിപ്പിക്കുകയൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഇനി വരും. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുമെന്നാണ്. ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും തീഷ്ണമായി തന്നെ നിങ്ങൾ ആഗ്രഹിക്കുക. ആ ആഗ്രഹത്തിൽ നിന്ന് പുറകോട്ട് മാറണ്ട. അപ്പോൾ അതെന്തായാലും നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേണ്ടിയിട്ട് രാവും പകലെന്ന് പറഞ്ഞ പോലെ അത്രയും ഊണും ഉറക്കവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ
മെൻ്റലി ടയേർഡായവരാണ് അതിനുവേണ്ടി പോരാടിയിട്ടെന്നാണ്. ചിലപ്പം കുടുംബത്തിലുള്ളവരോടായിരിക്കാം തർക്കങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അയൽവാസികളോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോടായിരിക്കാം. അങ്ങനെ പലതും വരാം. അപ്പോൾ ഒരു ഡെത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അത്രയും ക്ഷീണിതരായിട്ടുണ്ട് എന്നാണ്. മെൻ്റലി നിങ്ങൾ ടയേർഡായിട്ടുണ്ടാവും പലരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ വരും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടത് വറിയാവേണ്ട, അതിനുള്ള ടൈം വരുമെന്നാണ്. ഒരു ആർഗ്യുമെൻറ്റിലും നിങ്ങൾ ഇന്ന് ചാടാൻ പാടില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്ന മെസ്സേജ്. നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല നിങ്ങൾക്ക് കിട്ടില്ല എന്നൊരു തോന്നലുണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരുമെന്നാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നുണ്ടെന്നാണ്. നിങ്ങൾ ശ്രമിച്ച കാര്യം ഇപ്പോൾ ഒരു സമാധാനം പാലിച്ച് നിൽക്കുക. നിങ്ങളുടെ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. നിങ്ങൾക്ക് ഐശ്വര്യവും ഭാഗ്യവും വരും. ചില സമയത്ത് എത്ര ക്ഷമയുള്ളവരുടെയും ക്ഷമ നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരും. മനുഷ്യരല്ലേ, അപ്പോൾ എത്ര ക്ഷമയുള്ളവർക്കും ക്ഷമ നശിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ കൺട്രോൾ വിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് പിന്നെ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ്. പ്രണയിക്കുന്നവർക്കാണെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട്. ഇവിടെ സോൾമേറ്റ് കാർഡാണ്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമതൊരാൾക്ക് നിങ്ങളെ പിരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ സ്നേഹം അത്ര ദൃഢമാണ്. ഇപ്പോൾ ഇടയ്ക്ക് പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടു പോവില്ല എന്നാണ്. ചെയ്യുന്നിടത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റോ വാഗ്വാദങ്ങളോ തർക്കങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇവിടെ ഏസ് ഓഫ് വാൻസിൻ്റെ ഒക്കെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ തുടക്കം, പുതിയ എല്ലാ രീതിയിലുള്ള സക്സസ്സൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് തളർന്നു പോയവർക്കൊക്കെ ഉള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. നിങ്ങളുടെ സമയമായിട്ടില്ല. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. അത് അധികം താമസിക്കാതെ തന്നെ എത്തും. അതിന് ഒരുപാട് താമസം ഉണ്ടാവില്ല എന്നാണ്. എയ്റ്റ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുള്ളത് കൊണ്ട് അത് ഒരുപാട് താമസിക്കാൻ വഴിയില്ല. നിങ്ങൾക്ക് ന്യായം, നീതി കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഉടനെ തന്നെ സഫലമാകും. ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയുന്നവരത് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല മാർഗം. നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ, അത് ആരായാലും പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ റെസനേറ്റ് ആവും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും നേരെ ആവട്ടെ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, നല്ല പ്രവൃത്തി ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊപ്പം ഈശ്വരൻ എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നിങ്ങൾക്ക് അധികം താമസിയാതെ കിട്ടുമെന്നാണ്. അതുപോലെ തന്നെ കലാപരമായ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നിങ്ങൾക്കൊരു അംഗീകാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല നല്ല ചാൻസുകൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ രീതിയിൽ പ്രതീക്ഷിച്ച് നടക്കാതെ വരുന്നതിൽ വിഷമിച്ചിരിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പേരും പ്രശസ്തിയൊക്കെ കിട്ടുമെന്നാണ്. ഓക്കെ ഡിയേഴ്സ്, ബി ഹാപ്പി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നന്നായി പ്രാർത്ഥിക്കുക. തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ കിട്ടാൻ പോകുന്നതും കിട്ടിയ രീതിയിൽ യൂണിവേഴ്സിന് താങ്ക്സ് പറയാം. ഓക്കെ, അപ്പം അങ്ങനെ പോസിറ്റീവായി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കുക. ഓക്കെ, താങ്ക് യു.